ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ ഉപ്പമാരോട് പറയുന്നു, പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ നിങ്ങളൊന്ന് തഹജ്ജുദ് നിസ്കരിക്കുക. 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ലൈറ്റ് അണയ്ക്കണം. ലൈറ്റ് അണച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിനകത്ത് ഇരുന്നിട്ട് അള്ളാഹിനോട് സംസാരിക്കുവാൻ രസവും. അള്ളാഹിനോട് ഇങ്ങനെ സംസാരിക്കണം. എന്തേ അള്ളാഹ്, എത്ര കാലമായ എന്തെല്ലാം പ്രയാസങ്ങൾ, രോഗങ്ങൾ. റബ്ബിനോട് സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ്, വല്ലാത്ത ഒരു ആനന്ദമാണ്. അള്ളാഹിനോട് സംസാരിക്കണം. ഞാനൊരിക്കൽ ഉംറയ്ക്ക് പോയപ്പോ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹിനോട് പറയാ, ദുആ ചെയ്യുമ്പോ ഞാൻ വഴുതു പറയണ പോലെ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹിനോട് ഇങ്ങനെ സംസാരിക്കാ. കുറച്ചിനെ കയ്യൊക്കെ എടുക്കുന്നുണ്ട് അള്ളാഹിനോട് കയ്യൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെ ഇരുന്നിട്ട്? കഅബാലയത്തിന്റെ മത്താഫില് മഖാമ ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു കറുത്ത മനുഷ്യൻ അള്ളാഹിനോട് ഇങ്ങനെ എണ്ണി പടച്ചവനോട് ഓരോ കാര്യങ്ങൾ. എന്തൊരു സന്തോഷം അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ടോ, കണ്ണിലൂടെ കണ്ണുനീര് വരുന്നുണ്ട്. ആ ഒരു അനുഭൂതി കിട്ടണമെങ്കിൽ നീ ഒന്ന് രാത്രി ആരുമില്ലാത്ത സമയം നീ ഒറ്റയ്ക്കൊന്ന് ഇരുന്നിട്ട് ഇരുട്ടുള്ള റൂമിനകത്ത് ഇരുന്നിട്ട് നിന്റെ റബ്ബിനോട് നീ ഒരു മുനാജാത്ത് നടത്തിയിരിക്കുക. രസമെന്നറിയൂ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ.